നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിക്ക് നേരെ ഉയർന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ ഉന്നയിച്ചതും ആരോപണ വിധേയരായതും ഇടതുപക്ഷ സഹയാത്രികരും സഖാക്കന്മാരും ഒക്കെയാണ്. എന്നാൽ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ ഇടത് നേതാക്കൾ വിഷയത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനും പ്രശ്നങ്ങളെ സംഘപരിവാർ അജണ്ടയാക്കി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നതിന് പിന്നിൽ നീക്കം എന്താണ് എന്ന വിഷയമാണെന്ന് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നത്. അതിഥികളായി ചർച്ചയിൽ പ്രതീക്ഷിക്കുന്ന സംവാദകൻ ശ്രീത് പണിക്കറൊപ്പം BJP പ്രതിനിധിയായി യുവരാജ് ഗോകുലിനൊപ്പം ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഭാസ്കർ, സംവിധായകൻ ജോസ് തോമസ്, ഒപ്പം തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്, ഒപ്പം നമ്മോടൊപ്പം പങ്കെടുക്കുന്ന മറ്റൊരു അതിഥി പരാതിക്കാരൻ ഷെർഷാദ് എന്നിവരാണ്. ആദ്യം ഷെർഷാദിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പരാതിയാണ് ഈ ചർച്ചകൾക്കൊക്കെ വഴി തുറന്നത്. അതുകൊണ്ട് തന്നെ ജനം ഡിബേറ്റിൻ്റെ സ്പെഷ്യൽ എഡിഷൻ്റെ ആദ്യ 5 മിനിറ്റ് അദ്ദേഹത്തിന് നൽകാൻ മറ്റ് അതിഥികളുടെ കൂടെ അനുവാദം ഞാൻ വാങ്ങുന്നു. കാരണം ഈ ചർച്ചകൾക്ക് വിവാദങ്ങളൊക്കെ തുടക്കമിട്ട് അദ്ദേഹത്തിൻ്റെ പരാതി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് ആദ്യ 5 മിനിറ്റിൽ നമുക്ക് കേട്ട ശേഷം ഈ ചർച്ചയിലേക്ക് വരാം എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി അതിലേക്ക് കടക്കും. ശ്രീ ഷെർഷാദ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ താങ്കൾ തുടങ്ങി വെച്ച അല്ലെങ്കിൽ താങ്കൾ നൽകിയ അഭിമുഖമാണ്, താങ്കളുടെ പരാമർശമാണ് വലിയ വിവാദങ്ങളിലേക്കും വലിയ ചർച്ചകളിലേക്കും ഒക്കെ വഴിതെളിച്ചതുകൊണ്ട് തന്നെ താങ്കൾക്ക് പറയാനുള്ളത് ഈ ചർച്ചയുടെ ആദ്യ 5 മിനിറ്റിൽ കേൾക്കാമെന്നാണ് തീരുമാനം. ആദ്യം താങ്കൾക്ക് പറയാനുള്ളത് വളരെ വേഗത്തിൽ ഒന്ന് വ്യക്തമാക്കൂ. ഓക്കെ, അതായത് എന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ അവസ്ഥയിൽ അത് കംപ്ലീറ്റ് വേറൊരു വഴിക്കേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനത് ആദ്യം മുതലേ പറയുകയാണെങ്കിൽ, ഞാൻ ആ ഇന്റർവ്യൂ ചെയ്യുന്ന വർഷങ്ങൾ മുമ്പ് ഈ CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എനിക്ക് നേരിട്ട് ആ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓവർസീസ് രാജ്യത്ത് അന്യരാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെടുത്തുനിന്ന് എനിക്ക് നേരിട്ട് എന്റെ വിഷമങ്ങള് ഞാനൊരു കത്ത് രൂപത്തിൽ പാർട്ടിക്ക് കൊടുത്തും കൊണ്ടാണ് എന്റെ പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. അതായത് അത് കോടിയേരി ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അപ്പൊ ആ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. ഇപ്പൊ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംഘിയാണ്, ഞാൻ സംഘത്തിന് എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ആളാണ്. അതിനുള്ള കാരണങ്ങൾ പൊക്കിപ്പിടിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോസ്റ്റുകളും ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വിഷസ് കാര്യങ്ങളൊക്കെ എന്റെ കമ്പനിയുടെ ഫേസ്ബുക്ക് പേജുകളിലും മറ്റിലൊക്കെ വന്നത് കൊണ്ട് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ പ്രചരിപ്പിച്ചിട്ട് എന്നെ ഒരു സംഖ്യയാക്കി മാറ്റി ഞാൻ ഇസ്ലാമിനെതിരാണ് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനെതിരാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മാറ്റിമറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്റെ ഉദ്ദേശം ശരിക്കും അതല്ല. എന്റെ മുമ്പിലുള്ള ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരാളാണ് എന്റെ ഈ കുടുംബം ഇന്ന് ഈ അവസ്ഥക്കാക്കിയ കാരണം എന്ന് പറയുന്നത് ഒരാളാണ്. അത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആ ഇന്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെ മാത്രം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെ പല ഓരോ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രാജേഷ് കൃഷ്ണയിൽ നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ അതിപ്പോ നിങ്ങൾ ഈ തന്നിരിക്കുന്ന 5 മിനിറ്റിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി അതിനകത്തുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നേരിട്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നെ സൈബർ സഖാക്കളോ അല്ലെങ്കിൽ സൈബർ ഇസ്ലാമിസ്റ്റുകളോ അവരൊക്കെ വന്ന് വല്ലാത്ത രീതിയിൽ ആക്രമിക്കുകയാണ്. അതിൻ്റെ ഉള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് എന്റെ ഫേസ്ബുക്കിൽ ഞാൻ മോഡി അനുഭാവിയാണ് അല്ലെങ്കിൽ BJP അനുഭാവി, ഇന്നൊരു ന്യൂസ് കണ്ടു, ഞാൻ BJP മെമ്പർഷിപ്പ് വരെ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുന്നുള്ളത്? കാരണം ഞാൻ അന്നും ഇന്നും CPM-ന്റെ പാർട്ടി മെമ്പറായി അവിടെ എന്റെ നാട്ടിൽ അന്വേഷണം മനസ്സിലാവും ഉത്തരവാദിത്തപ്പെട്ടതിൽ പ്രവർത്തിച്ചിട്ട് പിന്നെ അതൊക്കെ ജോലി വന്ന സമയത്ത് അതൊക്കെ കളഞ്ഞ് ഇപ്പോഴും പാർട്ടിയുടെ അനുഭവിയായിട്ട് തുടരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ രാജേഷ് കൃഷ്ണ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. അതിന് അവര് CPM-ന്റെ ചില നേതാക്കന്മാരുടെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ ഇതിലേക്ക് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതില് പാർട്ടി എന്തുകൊണ്ട് ഈ ഞാൻ ഉന്നയിച്ചിരിക്കുന്ന വ്യക്തികൾ എന്തുകൊണ്ട് ഈ രാജേഷ് കൃഷ്ണനെ തള്ളി പറയുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ഫൈറ്റ്. പക്ഷെ അതിനൊരു കാരണം, ഒരു സൊല്യൂഷൻ കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ആദ്യം ഇപ്പൊ വേറൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറുനാടിന്റെ അടുത്ത് പോയി എന്നുള്ളതാണ്. മറുനാടിന്റെ അടുത്ത് മാത്രമല്ല ഞാൻ പോയത്, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് മനോരമയുടെ കോഴിക്കോട് ബ്യൂറോ ആളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മനോരമയുടെ എറണാകുളത്തുള്ള ബ്യൂറോ ആളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മീഡിയ വണ്ണിന്റെ ഒരു റിപ്പോർട്ടറായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ 24-ലെ ചെന്നൈയിലുള്ള റിപ്പോർട്ടറായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരാരും തയ്യാറില്ല. മറുനാടൻ തയ്യാറായി, അയാൾ ധൈര്യപൂർവ്വം എടുത്ത് ചെയ്തു, അത്രയേ ഉള്ളൂ ഇതിൽ. ഇപ്പൊ മറുനാടൻ വന്നു, മറുനാടൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രൊഫൈലിലുള്ള മറ്റു പോസ്റ്ററുകളും അങ്ങനെയാണെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ കംപ്ലീറ്റ് നോക്കണം. എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ ആരൊക്കെയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞ
ഞാൻ 2009 മുതൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാ ഫോട്ടോസും കാണാം. ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരോടും ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. എനിക്ക് ഓരോ ഫംഗ്ഷനിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനർത്ഥം ഞാൻ അത് അപ്പൊ ഇവരെന്തിനാണ് ഈ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ മമ്മൂക്കാന്റെ കാര്യത്തിൽ ഞാൻ മമ്മൂക്കാനെയോ പുഴു സിനിമയോ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുഴു എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് എന്റെ വൈഫ് അല്ല എന്റെ ഭാര്യ ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് അവർക്ക് അംഗീകരിക്കാതിരിക്കാം. പക്ഷെ അത് അവരുടെ വിഷയം. അല്ലാതെ പുഴു സിനിമയ്ക്ക് എതിരാണ് ഞാൻ, അല്ലെ പുഴു ഈ സിനിമാ സംവിധാനത്തിന് എതിരാണ്, സിനിമ തകർക്കും, മമ്മൂട്ടിയുടെ സിനിമയെ ഞാൻ റിലീസ് സമ്മതിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്റെ പഴയ ഞാൻ പറയാത്ത ചില കാര്യങ്ങളൊക്കെ വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്രയും പ്രയാസങ്ങളാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ അവസാനത്തെ മമ്മൂട്ടി പടം വരെ കണ്ട ആളാണ്. മമ്മൂട്ടിനെ വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ കൂടുതലും ആഴ്ചക്ക് ഒരു സിനിമയെങ്കിലും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരിക്കലും ഞാൻ അങ്ങനെ സിനിമ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു, മലയാള സിനിമ തകർക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഇന്നയാളെ ടാർഗറ്റ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച ആരോപണങ്ങളുണ്ട്. അതായത് CPM-ന്റെ വളരെ മുതിർന്ന ആൾക്കാർ ഇവനായിട്ടുള്ള ബന്ധം, ഇദ്ദേഹം അതായത് ഈ രാജേഷ് കൃഷ്ണയായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അവർ പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. കാരണം പാർട്ടി തലങ്ങളിൽ കത്ത് കൊടുത്തു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ MABB അടക്കം കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു. എന്നിട്ട് പോലും ഇവരാരും ഇദ്ദേഹത്തെ ഈ പുള്ളിയെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ഇന്റർവ്യൂ ആയിട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നത്. പിന്നെ വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഇത് മമ്മൂക്കെതിരെ പ്രചരിപ്പിച്ച് മമ്മൂക്കാന്റെ ഫാൻസിനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുക. എന്റെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് എന്റെ മൊബൈൽ നമ്പറൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മമ്മൂക്ക ഫാൻസിനെ കൊണ്ടുള്ള തെറിയും അഭിഷേകവും അതും ഇതൊക്കെയായിരുന്നു. കാരണം ഇതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ആവശ്യം ഇതല്ല. എന്റെ ആവശ്യം വേറെ മറ്റ് കാര്യങ്ങളായിരുന്നു. അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ CPM-ന്റെ അകത്ത് എന്താണ് പുള്ളിക്ക് ഈ 2016 വരെ ഇദ്ദേഹത്തിന് ആർക്കും അറിയില്ല. ഈ 16-ന്റെ ശേഷം പൊട്ടിമുളിച്ച് വന്ന ആള് പാർട്ടി സെക്രട്ടറിയുടെ മകൻ മുഖേന, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, പാർട്ടി സെക്രട്ടറിയുടെ മകൻ മുഖേന ഞാൻ പരിചയപ്പെടുന്നു. അവിടുന്ന് അങ്ങോട്ട് എനിക്കുണ്ടായ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് വളച്ചൊടിച്ച് ഞാൻ സംഖ്യയായത് കൊണ്ടാണ് മമ്മൂക്കാനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രമാണ് ആദ്യം അമുഖമായിട്ട് പറയാനുള്ളത്. താങ്കൾക്ക് മടങ്ങിയെത്താം. ശ്രീ യുവരാജ് ഗോകുൽ, താങ്കൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചതും പറഞ്ഞു വെച്ചതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ചർച്ചയുമൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. മമ്മൂട്ടിക്കെതിരാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്നു എന്നതിന് പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചർച്ചയെ ഇടത് കേന്ദ്രങ്ങൾ വഴിതിരിച്ചു വിടുന്നത് സംഘപരിവാർ അജണ്ടയാണ്. മമ്മൂട്ടിയുടെ മതം നോക്കുന്നു, മമ്മൂട്ടിയെ മതം നോക്കി കുറ്റപ്പെടുത്തുന്നു, മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ചർച്ചയാക്കുന്നു. അങ്ങനെ മമ്മൂട്ടിയെ ഇങ്ങനെ സംഘപരിവാർ അജണ്ട ഇങ്ങനെ കടന്നാക്രമിക്കുന്നു, ഞങ്ങളൊക്കെ മമ്മൂട്ടിയുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതും ഇടത് കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ, അതായത് ഇപ്പോൾ പരാതിക്കാരൻ പറഞ്ഞതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അത് മേൽവിലാസമില്ലാത്ത ചില ഇടത് ക്യാമ്പയിനുകളല്ല, അതിൽ മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, ഇടത് പ്രതികൾ, അങ്ങനെ അവരെല്ലാവരും ചേർന്ന് സൃഷ്ടിക്കുന്നത് ഒരു സംഘപരിവാർ അജണ്ടയാണ് എന്നാണ്. പരാതിക്കാരൻ തന്നെ അതല്ല എന്ന് തന്നെ പറയും. താങ്കൾ അങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോളട്ടെ. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ മാത്രം ആളല്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല അദ്ദേഹം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മമ്മൂട്ടിയുടെ സിനിമകൾ കണ്ടു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ആരാധിച്ചു വളർന്ന ആളാണ്. കൈയടിച്ചു വളർന്ന ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്. അരിച്ച് അദ്ദേഹം മലയാളത്തിൻ്റെ മഹാനടനാണ്, ഇന്ത്യയുടെ സ്വത്താണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. അതിലൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പണ്ടത്തെ മമ്മൂക്ക സിനിമ, ഇപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ കുറിച്ച് പറഞ്ഞു മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ, ഒരു 1/4 നൂറ്റാണ്ടായിട്ടെങ്കിലും മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ ആദ്യ ദിവസം വരി നിന്ന് ടിക്കറ്റ് എടുത്ത് കയറി കണ്ടു തുടങ്ങിയ കാലഘട്ടം മുതൽ നമുക്കറിയാൻ ആ മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യവും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്തൊന്നും ആർക്കും യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടല്ല അദ്ദേഹത്തിന് നേരെ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്
അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തെ ഒരു വിഭാഗം കൃത്യമായിട്ട് മുതലെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് അദ്ദേഹം അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്. അറിഞ്ഞുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഷർഷാദിനെ പോലെ ഒരാൾക്ക് പോലും പുഴു എന്ന സിനിമയുടെ തിരക്കഥ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും ഒരു വിഭാഗത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് അതിൻ്റെ കഥാനിർമ്മിതി എന്ന് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടന് ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ച് പരിചയമുള്ള ഒരാൾക്ക് അത് മനസ്സിലായില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒന്ന്, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ചില സിനിമകൾ, ഇപ്പോൾ ഉണ്ട എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ വന്നു, നമ്മളെല്ലാവരും കണ്ടു, നല്ല സിനിമയാണ്, നമ്മളെല്ലാം കൈയടിച്ചു, അത് പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തിരക്കഥാകൃത്ത് മറ്റൊരു വേദിയിൽ വന്ന് നിന്നിട്ട് പറയാണ് എൻ്റെ സിനിമയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്, ആ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ അവാർഡുകൾ കിട്ടുന്നത് എന്ന് അതിൻ്റെ തിരക്കഥാകൃത്ത് വന്ന് എന്ന് പറയുന്നു. അതേ തിരക്കഥാകൃത്ത് തന്നെയാണ് ഉണ്ട എന്ന് പറയുന്ന പുഴു എന്ന് പറയുന്ന ആ സിനിമയും എടുത്തിരിക്കുന്നത്. അതുപോലെ മമ്മൂക്കയുടെ വളരെ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയാണ് ഭീഷ്മ എന്ന് പറയുന്ന സിനിമ. ആ ഭീഷ്മയുടെ അകത്തും ഇത്തരത്തിലുള്ള എല്ലാ സിനിമകളിലും ഇപ്പോൾ ഈ പറയുന്ന മതം എങ്ങനെയാണ് ഒരു കഥാപാത്രമായിട്ട് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമ എടുക്കുമ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മതമുണ്ടാകുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന സിനിമകളിൽ മതം അല്ലെങ്കിൽ ജാതി അതൊരു പ്രത്യേക കഥാപാത്രമായിട്ട് തന്നെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ റിയാലിറ്റി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അങ്ങനെയെങ്കിലും പറയാം. ഇപ്പോൾ ഈ പുഴു എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ തമിഴ്നാട്ടിൽ അത്ര സിനിമകൾ വരുന്നുണ്ട്, അവിടെ റിയാലിറ്റിയാണ് അവർ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്. അതൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പുഴു എന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ ബ്രാഹ്മണർക്ക് മാത്രം താമസിക്കാനായിട്ടൊരു ഫ്ലാറ്റ് എവിടെയാണ് കേരളത്തിലെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഹലാൽ ഫ്ലാറ്റുകൾ കേരളത്തിൽ വിൽക്കാൻ ശ്രമിച്ചതും അതിൻ്റെ പരസ്യവും മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖ നടൻ അതിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് എവിടെയാണ് കേരളത്തിലൊരു ഫ്ലാറ്റ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇല്ലാത്തടത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയും അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. ഒന്ന്. രണ്ട്, ഈ പറയുന്ന ഇടത് സാംസ്കാരിക നായകരും മറ്റുള്ളവരും എല്ലാവരും കൂടി വന്ന് നിന്നിട്ട് മമ്മൂട്ടി കേരളത്തിൻ്റെ പൊതുസ്വത്താണ്, അദ്ദേഹം ഭാരതത്തിൻ്റെ സ്വത്താണ്, ഇല്ല അല്ലാന്നും നമ്മൾ പറഞ്ഞില്ല. ഇന്നത് നിങ്ങളെ എനിക്ക് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമല്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന മോഹൻലാലും ഇതൊക്കെ തന്നെയാണ്. മോഹൻലാലും അതിനൊപ്പമോ അതിനേക്കാളും മുകളിലും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും സ്വത്തും അഭിമാനവും ഒക്കെ തന്നെയാണ്. ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ നിർമ്മിച്ച ഒരു സിനിമയിൽ ഒരാവശ്യവുമില്ലാത്ത ഒരു ഡയലോഗ് കുത്തിക്കയറ്റി മോഹൻലാൽ നായരും മേനോനും ഒന്നും വിട്ട് ഒരു കളിയില്ല എന്ന് പറയുകയും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളും ഒരു പർട്ടിക്കുലർ വിഭാഗം ഇടതുപക്ഷക്കാരും അല്ലെങ്കിൽ ഇടത് മുഖം മൂടി അണിഞ്ഞവരും ഒക്കെ കൂടി മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? ഈ പറയുന്ന മന്ത്രിമാരെ, MLA-മാരെ, MP-മാരെ ഒന്നും കണ്ടില്ലല്ലോ. അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസ്വത്താണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. എവിടെ പോയിരുന്നു നിങ്ങളെല്ലാവരും? അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളെ പിന്നോട്ട് വലിച്ചൊരു കാര്യം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം മോഹൻലാൽ കണ്ണൂരിൽ ചെന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു വേദിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വല്ലാത്ത തരത്തിൽ വെറുപ്പ് കൂടി വരുന്നുണ്ട് സമൂഹത്തിലെന്ന്. അദ്ദേഹം പറഞ്ഞത് 100% യാഥാർത്ഥ്യമാണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 24 മണിക്കൂറായിട്ട് നടന്നൊരു കാര്യം മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം കണ്ണൂരിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ പോയി, മാമനിക്കുന്ന് ദേവി ക്ഷേത്രത്തിൽ പോയി. അദ്ദേഹം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എന്താണ്? അദ്ദേഹത്തിന് നേരെ വന്നിരിക്കുന്ന ആക്രമണങ്ങൾ എന്താണ്? അതൊന്നും നിങ്ങളാരും കാണുന്നില്ല. ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ഒന്നും നിങ്ങളാരും കാണുകയില്ല. ഒരു വിഭാഗത്തിൻ്റെ അടുത്ത് മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ പേര് ഇതിലേക്ക് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തീർച്ചയായിട്ടും തിരുത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്നുമുണ്ട്. യെസ്, ശ്രീ പണിക്കർ, ഹിന്ദു ഫോബിയ എന്നൊരു സംവിധാനം പടച്ചുവിടുന്നതിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ട് എന്നൊക്കെ വലിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളെ വേട്ടക്കാരാക്കിയും ഈ ആരോപണം പടച്ചുവിടുന്ന ആളുകളെ ഇരയാക്കിയും മാറ്റുന്ന ഒരു സംവിധാനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇടത് ഹാൻഡിലിൽ കാണുന്നു. താങ്കളും ചില പരാമർശങ്ങളൊക്കെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ശ്രീ പണിക്കർ. ശ്രീ ഉമേഷ്, ഈ ശ്രീ ഷർഷാദിന്റെ ഒരു ഇന്റർവ്യൂ അത് ഞാനും കണ്ടതാണ്. അപ്പൊ അതിൽ അദ്ദേഹം പല വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിൽ CPM-ന്റെ പല ആൾക്കാരെ പറ്റിയും അതേപോലെ തന്നെ CPM-ന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ തന്നെ പല അവിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളാണ്
പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു ഇംപ്രഷനാണ് പൊതുസമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അതാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ എന്തോ കാരണത്താൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രമേയവും അല്ലെങ്കിൽ അതിൽ മമ്മൂട്ടിയുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഓരോ വിഷയവും അതിൽ പ്രത്യേകമായിട്ട് പറയപ്പെടേണ്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ ചർച്ച ചെയ്ത് വന്നിരിക്കുന്നത് ശ്രീ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുഴു എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അത് ബ്രാഹ്മണ വിരുദ്ധം എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് അത് ഹിന്ദു വിരുദ്ധമാണ്. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് ബിംബങ്ങൾ അതെല്ലാം തന്നെ ഹിന്ദു വിരുദ്ധമായിട്ട് തന്നെ ആ സിനിമയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ മാറുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൂടെ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സിനിമയ്ക്കില്ലേ? ക്രിയേറ്റീവ് ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി കൺസീവ് ചെയ്യുന്നത് കൊണ്ടോ അത് ചിത്രീകരിക്കുന്നത് കൊണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ തരാതരം നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ആവാമെന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ആവരുത് എന്ന രീതിയിലത്തേക്ക് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ മമ്മൂട്ടി ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്താൽ അദ്ദേഹം ആ സ്റ്റോറി എഴുതുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഹർഷാദിനെ കോൺടാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റോറി നമുക്ക് സിനിമയാക്കാം എന്നൊരു നിർദ്ദേശം അവിടെ വെക്കുകയും ആ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷവും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് എങ്കിൽ അതിൽ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു നായക കഥാപാത്രം, പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ള വളരെ സീസൺഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിനിമയുടെ എല്ലാ പ്രതലങ്ങളെയും പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബോധ്യവും അത് എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കരുത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണകളുമുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള ബിംബങ്ങൾ ഒരു സിനിമയിൽ കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവിനെ പറ്റി കാണിക്കുകയോ മതപരമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ കുറച്ചൊന്ന് പ്രീണിപ്പിക്കുന്ന രീതിയിലത്തേക്ക് കാണിക്കുകയോ ഇനി അതുമല്ല എങ്കിൽ തീവ്രവാദ പ്രവർത്തനം എന്നതിനെ കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്തിട്ട് കാണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകേണ്ടുന്ന ആൾ തന്നെയാണ് ശ്രീ മമ്മൂട്ടി. അപ്പൊ അത് ഞാൻ പണ്ട് ശ്രീ എസ് എൻ സ്വാമിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം 2 സിനിമകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരു സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഒരു സിനിമയും ഒന്ന് ശ്രീ മമ്മൂട്ടിയുടെ സിനിമയുമാണ്. മമ്മൂട്ടിയുടെ സിനിമ CBI ആണ്. ആ CBI സീരീസ് വരുന്ന സമയത്ത് ആ കേന്ദ്ര കഥാപാത്രത്തിന് അലി ഇമ്രാൻ എന്ന പേരാണ് നൽകിയിരുന്നത് എന്നും അത് പിന്നീട് മമ്മൂട്ടി തന്നെയാണ് പറയുന്നത് അതല്ല ആ ഒരു കഥയുടെ സന്ദർഭത്തിനും കാര്യത്തിനും ഒക്കെ കൂടുതൽ നല്ലത് അത് ഇതുപോലെ ഒരു ബ്രാഹ്മണ കഥാപാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അയ്യർ കഥാപാത്രമാണെങ്കിൽ അതാണ് നല്ലത് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ ഇന്റർവ്യൂ അതെനിക്ക് തോന്നുന്നു ETV ഭാരതിന് എന്തോ നൽകിയിരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള പല പോർട്ടലുകളും അതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മമ്മൂട്ടിയാണ് ആ പേര് വേണ്ടെന്ന് പറഞ്ഞതെന്ന് തുറന്നു പറയുകയാണ് എസ് എൻ സ്വാമി. താൻ മുസ്ലിം ആയതുകൊണ്ടാണോ മുസ്ലിം കഥാപാത്രമാക്കിയതെന്ന് ആളുകൾ ചോദിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞതിനെ കുറിച്ചും എസ് എൻ സ്വാമി പറയുന്നു. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു കഥാപാത്രത്തിന്റെ ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൺസേണുകൾ ഉണ്ടാവുമെന്ന് പണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളാണ് ശ്രീ മമ്മൂട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാൻ ഈ പേര് വേണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതൊരു ആക്ഷൻ പാക്ഡ് ചിത്രമാണല്ലോ, അത് കാരണം ബ്രാഹ്മണ കഥാപാത്രമാകും നല്ലത് എന്ന സജഷൻ വന്നു. അതും മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് എസ് എൻ സ്വാമി പറഞ്ഞു എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ എല്ലാവിധ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള, പണ്ടേ ബോധ്യമുള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാകുന്ന ഒരു സിനിമയിൽ അത് ബ്രാഹ്മണ വിരുദ്ധമാകുന്നുണ്ടോ, അതിൽ ജാതീയത കാണിക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോട് വളരെ വലിയ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുമുണ്ടോ, ഏതെങ്കിലും ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സോഫ്റ്റൻ ചെയ്ത് കാണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടുന്നയാളാണ് ശ്രീ മമ്മൂട്ടി. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ, എനിക്കൊന്ന് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയിലാണെങ്കിൽ തന്നെ ഇതേപോലെ കറുപ്പുടുത്ത് അയ്യപ്പന്മാരായിരിക്കുന്ന പ്രായമായ വൃദ്ധ ദമ്പതികൾ അവരെ ഒരു വില്ലനൈസ് ചെയ്തിട്ട് കാണിക്കുന്ന രീതിയിലൊക്കെ ഉണ്ട്. അതൊക്കെ ആ സിനിമയിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ കഥയിൽ ഇതിനൊന്നും തന്നെ പ്രത്യേകിച്ച് ബന്ധമില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിൽ മമ്മൂട്ടി ഒരു വിശദീകരണം നൽകേണ്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരണം നൽകണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. അതൊരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് നമുക്ക് പറയാം. പക്ഷെ ഇത് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് തനിക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ കണ്ണടച്ച് ആ രീതിയിലത്തേക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു
ഘട്ടമാണോ ഇത് എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിച്ചു നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള പല മന്ത്രിമാർ, MP മാർ, MLA മാർ തുടങ്ങിയ പല ആൾക്കാരും അദ്ദേഹത്തിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു നല്ല സന്ദേശമല്ല. പ്രത്യേകിച്ച് മുമ്പുണ്ടായിരുന്ന സിനിമയെ പറ്റി ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ള ധാരണ പരസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു തന്റെ സ്ക്രിപ്റ്റ് റൈറ്ററോട് പങ്കുവെച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം. രണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമാണ്. നമ്മുടെ നാട്ടിൽ സൈബർ ആക്രമണം നേരിടുന്ന അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശം നേരിടുന്ന ആദ്യത്തെ നടനൊന്നുമല്ല ശ്രീ മമ്മൂട്ടി. വളരെ കൃത്യമായിട്ട് ഓരോ തവണയും അദ്ദേഹം ബ്ലോഗ് എഴുതുന്ന സമയത്ത് അതിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു നടനാണ് ശ്രീ മോഹൻലാൽ. താൻ എടുക്കുന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു ആംബുലൻസ്, ഇപ്പൊ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഉപയോഗിച്ച സമയത്ത് അതിന് വിശദീകരണം നൽകേണ്ടി വന്ന ആളാണ് ശ്രീ ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിന്റെ പടത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ വിഷ്ണു മോഹനും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ തന്നെ ഇതൊക്കെ തന്നെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും ഇവരെ എല്ലാവരെയും തന്നെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് എന്നും ഇവരാരും തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രീണനത്തിനോ വിദ്വേഷത്തിനോ ശ്രമിക്കുന്ന ആൾക്കാരല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഏതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും MP യോ MLA യോ പറഞ്ഞിട്ടുള്ളതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അപ്പൊ നമ്മളൊരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ ഇങ്ങനെ പറയുകയും മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്താൽ അതിൽ മതപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു പ്രീണന രാഷ്ട്രീയമുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പാണ്. അതല്ല എങ്കിൽ ഈ ആൾക്കാരെല്ലാവരും തന്നെ സമാനമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരേ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. ആ രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു വിഷയം സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മതം വിഷയമാകുന്ന സിനിമകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് പ്രീണനം എന്ന നിലയ്ക്കോ വിദ്വേഷം എന്ന നിലയ്ക്കോ ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരള സ്റ്റോറി എന്നൊരു സിനിമ വരുന്നു. കേരള സ്റ്റോറി എന്ന സിനിമ വരുന്ന സമയത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞ്, ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ തന്നെ പല സിനിമകൾ ഇങ്ങനെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പത്മാവത് എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതൊരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സിനിമയേ അല്ല, അതൊരു പഴയ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് പോലും അത് ആ രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു. കാശ്മീർ ഫയൽസ് എന്ന സിനിമ ഉണ്ടായിരുന്ന സമയത്ത് അത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആ രീതിയിലത്തേക്ക് ചിത്രീകരിക്കപ്പെട്ടു. മലയാളത്തിൽ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ശ്രീ ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള ഹലാൽ ലവ് സ്റ്റോറി എന്നാണ് തോന്നുന്നത് സിനിമയുടെ പേര്. അത് വന്നിരുന്ന സമയത്ത് മുസ്ലിങ്ങളെ പിന്നെ പഴയ കാലത്തേക്ക് മാത്രമായിട്ട് തളച്ചിരുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രമേയമാണ് ഈ സിനിമയിലുള്ളത് എന്ന നിലയ്ക്കുള്ള നിരൂപണങ്ങൾ വരുന്നത് കണ്ടതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധമെന്നോ ഹിന്ദു വിരുദ്ധമെന്നോ ഒക്കെ തന്നെ നിരവധി സിനിമകൾ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സിനിമ വരുന്ന സമയത്ത് മാത്രം നമുക്കൊരു പൊതു കോൺഷ്യൻസ് ഉണരുകയും അതിന്റെ പേരിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ മതവിഭാഗത്തിനെതിരെ വേണ്ട എന്ന് പറയുകയും, എന്നാൽ മറ്റു ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വ്യക്തിപരമായിട്ട് പോലും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മാമാനിക്കുന്നിൽ ശ്രീ മോഹൻലാൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസം പിന്തുടരുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അവകാശത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ആരെങ്കിലും ശ്രീ മമ്മൂട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ മോഹൻലാൽ ആരാണ്, മമ്മൂട്ടി ആരാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അറിയാം. ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഈ ആരോപണം തെറ്റാണ്, ഞാൻ ആ രീതിയിലത്തേക്ക് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് എങ്കിൽ ആ വിവാദം അവിടെ തീരേണ്ടതുമാണ്. അത് അങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷെ അത് അദ്ദേഹം ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ ബലമുണ്ടാകും. പിന്നെ പലപ്പോഴും പറയപ്പെടുന്നത് പോലെ ഇതൊരു സംഘപരിവാർ ആസൂത്രണത്തിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ നിലയ്ക്കാണ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ നിലയ്ക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീ ഷർഷാദ് തന്നെ പറയുന്നത് അദ്ദേഹം CPM അനുഭാവിയാണ് എന്നാണ്. അദ്ദേഹം മമ്മൂട്ടിയുടെ സുഹൃത്താണ്, അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമൊന്നുമില്ല. അപ്പൊ പിന്നെ അതൊരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ രീതിയിൽ പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയാണ് ഈ ഒരു ഇരട്ടത്താപ്പിന്റെ ഒരു ഘടകം കടന്നു വരുന്നത്. കാരണം ഈ ആരോപണത്തിനൊരു വ്യക്തത വേണം എന്ന് പറയുന്ന ആളുകൾ അവർ വേട്ടക്കാരാകുകയും ആരോപണം ഉന്നയിച്ച ആളുകൾ ഇരകളായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടത് സൈബർ ലോകം, പ്രത്യേകിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞത് പിതൃത്വമില്ലാത്ത ചില ഗ്രൂപ്പുകളല്ല, അറിയപ്പെടുന്ന ജനപ്രതിനിധികളുണ്ട്, ഇടത് നേതാക്കളുണ്ട്, അവരൊക്കെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറുനാടിൽ പോയി ഇന്റർവ്യൂ കൊടുത്തതാണ് പല ആൾക്കാർക്കും
ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. ഇപ്പൊ അത് വീണ്ടും ഒന്നും കൂടെ സ്ട്രോങ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ജനം എന്ന് പറയുന്ന ടീമിലാണ്. Yes. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരവും എനിക്ക് ഈ മമ്മൂട്ടിയുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കഥ മാറി വേറെ റൂട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് കണ്ടപ്പം ഇന്ന് ഉച്ച മുതൽ ഇവിടെയുള്ള ചെന്നൈയിലുള്ള മനോരമയുടെ റിപ്പോർട്ടറെയും ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെയും എനിക്കറിയാൻ ഒരുവിധം മലയാള റിപ്പോർട്ടേഴ്സിനൊക്കെ അവിടെ നിന്ന് പരിചയമുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചു. എനിക്കൊരു പ്രസ് മീറ്റ് തരണം, ഞാൻ ചെന്നൈ പ്രസ് ക്ലബിൽ ഒരു പ്രസ് മീറ്റ് നടത്താൻ തയ്യാറാണ്, ഞാൻ ഉദ്ദേശിച്ച സബ്ജക്ട് ഇതല്ല, ഇത് മാറി വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് വല്ലാതെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചേരും, എനിക്കും മമ്മൂട്ടിക്കും തമ്മിൽ യാതൊരു ഒരു പ്രശ്നവുമില്ല. ഞാൻ മമ്മൂട്ടിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യുന്നതിന് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മളെ ഫാമിലിന്റെ അകത്ത് ഇത്രയും വലിയൊരു ഇഷ്യൂ വന്ന സമയത്ത് ഇത്ര മെസ്സേജ് തെളിവുകളടക്കം പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളി അതിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറി എന്നെ സഹായിക്കുന്നതിന് പകരം എന്നെ ബ്ലോക്ക് ചെയ്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ നിർത്തിയാ ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുള്ളിയുടെ സിനിമക്കെതിരാണോ പുള്ളിക്കെതിരാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പൊ ഞാൻ ജനത്തിൽ വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു, എനിക്ക് ലിങ്ക് അയച്ചു, ഞാൻ വന്നു. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇവിടെ ഞാൻ ഒരു പ്രസ് മീറ്റ് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെയുള്ള മലയാള ചാനലുകൾ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അവരാരും തയ്യാറില്ല ഇതിന്. അപ്പൊ അത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. അതായത് ആദ്യം മുതലേ ഞാൻ മനോരമ അതേപോലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ബന്ധപ്പെട്ടതാണ്. ആരും ഇത് തയ്യാറില്ല. മീഡിയ വണ്ണാണ് കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ പിന്നീട് അവർ മാറി. കാരണം അവരെന്നെ പറയുന്നുണ്ട്, ഇന്നലെ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അകത്ത് അവരുടെ റിപ്പോർട്ടർ പറയുന്നുണ്ട് ഷർഷാദിൻ പാർട്ടിക്ക് കൊടുത്ത കത്തിന്റെ ഒരു 18 പേജുള്ള കോപ്പി ഞങ്ങൾക്ക് 6 മാസം മുമ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് അവരെ ചെയ്തില്ല? അപ്പൊ അത്ര ചാനലുകൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ മറുനാടിനെ സമീപിച്ചപ്പം അദ്ദേഹം വളരെ ധൈര്യത്തോടെ ചെയ്യാൻ തയ്യാറായി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് ഇനി ഒരു കുടുംബത്തിലോ അല്ലെ വേറൊരാളുടെ വീട്ടിലോ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. അത് സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മറുനാടിൽ അത്രയും അധികം ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോയി ട്രാവൽ ചെയ്ത് ആ 3 മണിക്കൂറുകൾ ഇരുന്ന് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. യെസ്, ശ്രീജിത്ത് പണിക്കർ താങ്കളോട് ചോദിച്ചപ്പോഴാണ് ഇടയ്ക്ക് ഷർഷാദിന് ചില നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു ആശയക്കുഴപ്പം വരുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് നേരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉയരുമ്പോൾ ആ ആരോപണത്തിൽ ഒരു വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ വളരെ വേഗം സമൂഹ മാധ്യമങ്ങളിൽ വേട്ടക്കാരായി മാറുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഇരകളായി മാറുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ ഒരു ഇരട്ടത്താപ്പ്. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ശ്രീജിത്ത് പണിക്കർ. അല്ല, തീർച്ചയായിട്ടും നോക്കൂ, നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വിശദീകരണം ചോദിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെല്ലാവരും സംഘപരിവാറുകാരാണ് എന്നും ഏതെങ്കിലും ഒരു നിക്ഷിപ്ത താല്പര്യക്കാരാണ് എന്നും അവരെല്ലാവരും തന്നെ ഒരു ഇസ്ലാം മത വിദ്വേഷികളാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു രീതിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ പല രീതിയിലും പല കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമക്കാരായിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ എനിക്ക് തോന്നുന്നത് കടുവ എന്നാണെന്ന് തോന്നുന്നു. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിലൊരു പ്രത്യേക സംഭാഷണം അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഡയലോഗ് ആ സിനിമയിലുണ്ട്. ആ ഡയലോഗ് തെറ്റാണ് എന്ന രീതിയിലത്തേക്ക് ഒരു വലിയ ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമൊന്നും ആ സിനിമക്കാർ അത് മൈൻഡ് ചെയ്തില്ല എങ്കിൽ പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായിട്ടൊരു പ്രചരണമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു സംഭാഷണം തിയേറ്ററുകളിൽ മ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിതരാവുകയും അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ഇറക്കുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് അയ്യോ, ഷാജി കൈലാസിനെ നമുക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നതാണ്, അദ്ദേഹം പാവമല്ലേ, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ നമുക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നതാണ്, അദ്ദേഹം പാവമല്ലേ എന്ന നിലയ്ക്കല്ല ആൾക്കാർ ചിന്തിക്കുന്നത്. ആൾക്കാർക്ക് അവരവരുടേതായിട്ടുള്ള ശരികളുണ്ട്, ധാരണകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഈ ആൾക്കാരുടെ എല്ലാം പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബാധ്യത കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് മറുപടി പറയണം. അതിന് നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് എന്നതൊന്നും തന്നെ പ്രത്യേകിച്ച് ബാധകമല്ല. സച്ചിൻ ടെണ്ടുൽക്കർ പോലും ബോൾ ടാമ്പറിങ്ങിന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതർവൈസ് ഒരു ജെന്റിൽമാൻ ക്രിക്കറ്റർ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇവിടെ ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ചെയ്തതിന് ശേഷം ആ സിനിമയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിക്കുന്നു എന്നതിന്റെ പേരിൽ തത്സമയ ടെലിവിഷൻ ചർച്ചകളിൽ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിലധികം ചർച്ചകളിൽ. അതേപോലെ നടൻ ഉണ്ണി മുകുന്ദനോട് ഇതേ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും ഇതൊരു ഹിന്ദു വിരുദ്ധതയാണ് ഇവർ പറയുന്നത് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞോ? ഇല്ല.
ആ രീതിയിലത്തേക്കല്ല പറയുന്നത്. അപ്പൊ അത് ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് അവരവരുടെ വിശദീകരണം നൽകുന്നു. അങ്ങനെ ചോദിക്കുകയും എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മൗനം പാലിക്കുകയും ചെയ്യുക, മറ്റുള്ളവർ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെല്ലാം എന്തോ തെറ്റായിട്ടുള്ള രാഷ്ട്രീയം പിന്തുടരുന്ന ആൾക്കാരാണ്, അവരെല്ലാം വിദ്വേഷ പ്രചരണത്തിന്റെ ആൾക്കാരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അജണ്ട ബേസ്ഡ് ആണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലത്തേക്കൊന്നും നിങ്ങൾ ഇതിനെ കരുതേണ്ടുന്ന കാര്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആർക്കും തന്നെ ശ്രീ മമ്മൂട്ടിയെ അവിശ്വാസമില്ല. ഇപ്പോ ഇദ്ദേഹം പറയുന്ന ശ്രീ ഷെർഷാദ് അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് മലയാളികൾക്ക് കൂടുതൽ പരിചയമുള്ളത് ശ്രീ മമ്മൂട്ടിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാവുന്നതേ ഉള്ളൂ, ഇത് ഒരുപക്ഷെ ശ്രീ ഷെർഷാദിന്റെ തെറ്റിദ്ധാരണയാണ്, ഞാൻ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ ഒരു ചാലഞ്ച് എന്താണ് എനിക്ക് തരുന്നത്, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന രീതിയിലത്തേക്കൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. മുമ്പ് നമുക്കറിയാമല്ലോ, ഈ കസബ പോലെയുള്ള സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ എത്രത്തോളം തന്നെ ഒരു മെയിൽ ഷവനിസം കാണിക്കാം, അതിൽ എത്രത്തോളം സ്ത്രീവിരുദ്ധത കാണിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല നടന്മാരും ഇനിയുള്ള എൻ്റെ കഥാപാത്രങ്ങളുടെ സെലക്ഷനിൽ പോലും ഇതൊരു മേക്ക് ബിലീഫ് സാധനമാണ്, ഇതൊരു സിനിമയാണ്, ഇതൊരു ആവിഷ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള നടപടികളെ ഒന്നും തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇനി അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നടന്മാരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കല എന്ന് പറയുന്നതിൽ തന്നെ മറ്റു ചില അംശങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. അത് ഒരു നടൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ, ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ അവരുടെയൊക്കെ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്ന് കൂടി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, അതിൽ ഞാൻ ക്ലിയർ ആയിരിക്കണം, എന്റെ പൊസിഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോപണം നിഷേധിക്കുക, അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്ന് പറയുക എന്നുള്ളതാണ്. അത് പറയാതിരിക്കുക എന്ന് പറയുകയും മറ്റുള്ള ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം, പാടെ ഇഗ്നോർ ചെയ്തതിനു ശേഷം ഞാനിത് മറുപടി പറയേണ്ടത് വിഷയമല്ല എന്ന നിലയ്ക്ക് തന്നെ ശ്രീ മമ്മൂട്ടിക്ക് മുന്നേറാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ നാട്ടിലുള്ള ജനപ്രതിനിധികളടക്കം അദ്ദേഹത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തുന്ന ഒരു വലിയ വിഷയമായി കഴിഞ്ഞു എന്നതിനെപ്പറ്റി അദ്ദേഹം അക്നോളജ് ചെയ്യേണ്ടതാണ്. ആ സമയത്തെങ്കിലും അദ്ദേഹം ആ ഒരു വാക്ക് പറയേണ്ടതാണ്. കാരണം മലയാളി അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്ന പോയിന്റ്. അല്ലാതെ മമ്മൂട്ടി ഒരു തീവ്രവാദിയാണെന്നോ, അദ്ദേഹം തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നോ, അദ്ദേഹം ഒരു മതവെറിയനാണെന്നോ ഉള്ള അഭിപ്രായം ഒന്നും തന്നെ എനിക്കില്ല. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള, ഏറ്റവും ചുരുങ്ങിയ ഒരു ചുമതലയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ശ്രീ അസ്കർ, ഈ പ്രതികരണങ്ങൾ ഇരട്ടത്താപ്പുണ്ടല്ലോ, അതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ എന്താണോ പരാതിക്കാരൻ മുന്നോട്ട് വെച്ചത്, ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആ വിഷയത്തിലെ ആരോപണ വിധേയരാരാണോ അവർ ഇരകളാകുകയും മറ്റാളുകളെ വേട്ടക്കാരാക്കുകയും മാറ്റി മുന്നോട്ട് പോകും. CPM-നെതിരെയും CPM-ന്റെ അനുഭാവികളായവർക്കെതിരെയും ഒക്കെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനൊന്നും മറുപടി വരാതെ ഞങ്ങളൊക്കെ മമ്മൂട്ടിക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു തലത്തിലേക്ക് ഈ ആരോപണത്തെ തള്ളിവിടുന്ന ഒരു ഇരട്ടത്താപ്പില്ലേ ശ്രീ അസ്കർ? ഷർഷദ് കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഗോസിപ്പ് യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുള്ള അഭിമുഖമാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം. രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന പ്രവാസിയായിട്ടുള്ള CPM സഹയാത്രികനായിട്ടുള്ള പഴയ മുൻകാല SFI പ്രവർത്തകൻ രാജേഷ് കൃഷ്ണയും ഷർഷദുമായി വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, ആ വ്യക്തിപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു 18 പേജുള്ള ഒരു പരാതി മാധ്യമങ്ങൾക്കടക്കം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ സംബന്ധിച്ച് ഞാൻ ആ പരാതിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ പരാതിയിൽ ഒരിടത്തും പറയാത്ത ഒരു ചർച്ചയാണ് നാം ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ പരാതിയുടെ കണ്ടന്റിൽ എവിടെയും വരാതിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിവിരോധമോ അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങളോ വലിച്ചിഴക്കപ്പെടുന്നതിന് പകരം പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്ന സിനിമ ജിഹാദ് എന്ന പുതിയ പ്രജ്ഞയ്ക്ക് പ്രഹരമേൽപ്പിക്കുന്ന പുതിയ ഒരു സംജ്ഞ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. സാർ, അങ്ങനെ ചർച്ചയിലേക്ക് വഴിതിരിച്ചു വിട്ടത് ഇടത് സഹയാത്രികർ തന്നെയാണല്ലോ, ഇടത് നേതാക്കന്മാർ തന്നെയാണ് ആ ചർച്ചയ്ക്ക് മുഖം നൽകിയത്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും നടത്തപ്പെട്ടിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചസുകൾ, അല്ല നോക്കൂ, മമ്മൂട്ടിയെ പോലും മഹാനടന് നേരെ ഗുരുതരമായ ഒരു ആരോപണം ഉയരുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരു ക്യാമ്പയിൻ വരുമ്പോൾ ഇതൊരു വ്യക്തത വേണം എന്ന് പറയുന്നതിൽ എവിടെയാണ് ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉള്ളത്? ഇതിലൊരു മറുപടി വേണം. ഇങ്ങനെ ഒരു അജണ്ട മമ്മൂട്ടിക്കുണ്ടോ എന്ന ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ ഇത് മമ്മൂട്ടിയെ ഒറ്റപ്പെടുത്തുകയാണ്, മമ്മൂട്ടിയെ ഒരു പത്തിയ വിഭാഗത്തിന്റെ ആളാക്കി മാറ്റുകയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇരട്ടത്താപ്പ്. അതല്ല, ഇത് എവിടെയാണ് ആരംഭിക്കപ്പെട്ടതുള്ളത് പരിശോധിക്കുന്നേ.
സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫണ്ടിങ് സിനിമയിലേക്കെന്നും മട്ടാഞ്ചേരി മാഫിയെന്നും അതുപോലെ തന്നെ സിനിമാ ജിഹാദ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പുതിയ തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലേക്ക് വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുകയാണ് സിനിമാ മേഖലയിൽ. ഭാസ്കരൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കളോട്. കല ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ അതിനെതിരെ നടത്തുന്ന ഏതൊരു പ്രതികരണത്തെയും ഇടതുപക്ഷം എതിർക്കും. കാരണം താങ്കളുടെ സമയത്ത് ഇടപെടുന്നതല്ല, ഒരു കാര്യം ചോദിച്ചോളട്ടെ താങ്കളോട്, ഒറ്റ ഒരു കാര്യം. നിങ്ങൾക്ക് മമ്മൂട്ടിക്കെതിരെ ഈ പറയുന്ന ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോര തിളയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാലിനെതിരെ ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിന്റെ സിനിമയില് വളരെ ജാതീയമായ രീതിയിൽ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ ആ തലത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ ജാതീയമായി അദ്ദേഹത്തിന്റെ ഒരാവശ്യവുമില്ലാതെ അദ്ദേഹത്തിന്റെ ജാതി വലിച്ചിട്ടുകൊണ്ട് ജാതീയമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോ നിങ്ങൾ ഇടത് സഹയാത്രികർ എവിടെ പോയിരുന്നു എന്ന് പറയാമോ? നിങ്ങൾ മമ്മൂട്ടി അധിക്ഷേപിച്ചു എന്ന് പറയപ്പെടുമ്പോ നിങ്ങൾ പ്രതികരിച്ചതാണെന്ന് പറയുകയാണെങ്കിൽ മോഹൻലാല് ഇതുപോലെ അധിക്ഷേപിക്കപ്പെട്ടപ്പോ പരിഹസിക്കപ്പെട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഓഡിറ്റ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ നിങ്ങൾ അതിന്റെ കൂടെ ചേർന്നതല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു ഇരട്ടത്താപ്പ്? ആങ്കർ ഇതിൽ ഇടപെടുന്നത് എന്റെ സമയം അല്ല, ഞാൻ താങ്കളോട് താങ്കളോട് ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അതൊരു ചോദ്യമാണ്, അതൊരു ഇരട്ടത്താപ്പിൽ അതൊരു ചോദ്യമാണ്. അതിന് താങ്കളുടെ മറുപടി വേണം. താങ്കൾക്ക് നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്റെ പേരുകൾ വെച്ച് ജാതീയമായി തിരിക്കാൻ ശ്രമിക്കാതെ. അതെ, അതാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. ഇത് തുടങ്ങി വെച്ചതാരാണ്? നിങ്ങൾ എവിടെ പോയിരുന്നു? മോഹൻലാലിനെ അധിക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു? അതാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ ചർച്ച നടത്തിയിരുന്നോ? മോഹൻലാലിനെ അധിക്ഷേപിച്ചപ്പോൾ നിങ്ങൾ ചർച്ച നടത്തിയോ? അല്ല, നിങ്ങൾ ഇടത് ഹാൻഡിലുകൾ മുഴുവൻ നിശബ്ദമായിരുന്നല്ലോ. ശിവൻകുട്ടി പോസ്റ്റ് ഇട്ടില്ല, ആരിഫ് പോസ്റ്റ് ഇട്ടില്ല, ആരെയും കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ അതൊരു വിഷയമായി മാറിയില്ലല്ലോ. താങ്കളാണ് ഇവിടെ പറഞ്ഞത് വിഷയത്തിനെ വഴിതിരിച്ചു വിടുന്നു, രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിന് ഈ തലത്തിലേക്ക് പോകുന്നതിന് കാരണം സൈബർ ലോകത്ത് ഉണ്ടായിരിക്കുന്ന വലിയ ആക്രമണമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. സൈബർ ലോകത്ത് ഇതുപോലെ ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതല്ല, നിങ്ങൾ ഒരു ക്ഷേത്ര ദർശനം നടത്തിയതിന് അദ്ദേഹത്തിന് നേരെ അധിക്ഷേപം നടന്നപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ പ്രമുഖ നേതാക്കൾ എവിടെ പോയിരുന്നു? സാംസ്കാരിക നായകർ എവിടെ പോയിരുന്നു? നിങ്ങൾ എല്ലാവരും നിശബ്ദമായിരുന്നല്ലോ. ഇതിലും സമയം ഇപ്പൊ തീരാൻ നിൽക്കുകയാണ്. ഇപ്പൊ എന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും താങ്കളിലേക്ക് വരാം. അതിന് മുമ്പ് അദ്ദേഹത്തിന് മറുപടി പറയാം. താങ്കളിലേക്കും വരണം. താങ്കൾ ഇല്ലാതെ ചർച്ച മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ ഭാസ്കർ, താങ്കൾക്ക് ഇനി മറുപടി പറയാം. അനാവശ്യ ഒരു വിഷയത്തിലേക്ക് പോയിട്ട് സമയം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ലീഗൽ പ്രശ്നങ്ങളെ പരിശോധിക്കപ്പെടുന്നതാണ് സിനിമ എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത്. ഇവിടെ പുഴു എന്ന സിനിമയിലെ പ്രമേയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? ബ്രാഹ്മണാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു കഥാതന്തു. ആ കഥാതന്തുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫണ്ടിങ് ആണ് മമ്മൂട്ടി നടത്തുന്നത് എന്ന അർത്ഥത്തിൽ അർഷദ് കൊടുത്ത പരാതിയിൽ 18 പേജുള്ള പരാതിയിൽ ഉണ്ട് എന്ന് അർഷദ് സമ്മതിക്കണം. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെയാണല്ലോ എന്ന് പറയുന്ന മറുനാടൻ മലയാളി. നിങ്ങളെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇതിനകത്ത് ഞാൻ ഉന്നയിച്ചിരിക്കുന്ന CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ എന്തിന് രാജേഷ് കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? അതിന് നിങ്ങൾ മറുപടി പറയൂ. പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് എന്നെ പല നേതാക്കന്മാരും പാർട്ടി പരിശോധിക്കുന്നില്ല. ഹസ്കർ, മുൻ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടും പാർട്ടി പരിശോധിക്കുന്നില്ല. അപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരേണ്ടി വന്നത്. അവിടെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരും. ആ നേതാക്കന്മാരുടെ പേരാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അത് എന്ത് വീഡിയോ ക്ലിപ്പുകളാണെന്നുള്ള അതാത് നേതാക്കന്മാരെ തുറന്നു പറയണം. അവരും ഈ രാജേഷ് കൃഷ്ണനെ പോലത്തെ ഫ്രോഡും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള അവർ തുറന്നു പറയണം. എനിക്ക് പാർട്ടിയിൽ ആരുമായിട്ട് വ്യക്തിപരമായ നോക്കൂ, രാജേഷ് കൃഷ്ണനെ വിളിക്കുന്ന ആരൊക്കെയാണ്? തോമസ് ഐസക് വിളിക്കുന്നു, MP ബിജു വിളിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നു, സംസാരിക്കുന്നു. അവരൊക്കെ സാക്ഷിയാണ് പരാതിക്കാരൻ. അപ്പോ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിലേക്ക് പോകാതെ ഇതിന് ഒരു വർഗീയതയുടെ നിറം കൊടുക്കുന്നത് ഇടത് ഹാൻഡിൽ തന്നെയാണ്. അതാണ് ചർച്ച. പരാതി കൊടുത്തു, പക്ഷേ പാർട്ടി കൊടുത്ത പരാതി സംഭവിക്കില്ല. പല നേതാക്കന്മാരും പല കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് എന്നാ പറഞ്ഞത്. അതെന്താന്നുള്ള അതാത് നേതാക്കന്മാരെ ശ്രീ ശശാദ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ട് താങ്കളിലേക്ക് വരാം. അതിന് മുമ്പ് അദ്ദേഹം മറുപടി പറഞ്ഞു തീർത്തോട്ടെ. ഒരു കാര്യമില്ല ഇവിടെ. അല്ല, ഞാൻ മമ്മൂട്ടിയല്ല കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ പരാതി എന്റെ പ്രശ്നം ലൈഫിൽ ഇവൻ കാരണം ഉണ്ടായിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകൻ കാരണം എന്റെ ലൈഫിൽ കയറി വന്ന ഇവൻ. ശ്രീ ശശാദ്, താങ്കൾ ഒരു നിമിഷം താങ്കളിലേക്ക് വരാം. അതിന് മുമ്പ് അസ്കർ മറുപടി പറഞ്ഞോട്ടെ. എന്റെ റിട്ട് പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ കിടക്കുകയാണ്.
ED അന്വേഷണവും ഇൻകം ടാക്സ് അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുള്ള അത് അഡ്മിഷൻ സ്വീകരിച്ചിട്ട് ഇന്ററിം ഓർഡർ ഇട്ടിരിക്കുകയാണ്. അതിന്റെ കോപ്പി അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ട്. ഇതിന് പകരം നിങ്ങൾ ചർച്ച മാറ്റിക്കൊണ്ടുപോയിട്ട് വേറെ രീതിയിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യമുള്ളത്? നമ്മുടെ ടാർഗറ്റ് ഇവിടെ CPM അനുഭാവിയായ അല്ലെ UK CPMന്റെ ഭാരവാഹിയായ രാജേഷ് കൃഷ്ണയാണ്. അവനിക്ക് ഈ നേതാക്കന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്താണ്? അവ ഈ പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ എന്താണ്? അത് അവരെ അങ്ങനെ ഒരു ക്ലിപ്പുകൾ ഇല്ലെങ്കിൽ അവരത് പറയണം പുറത്ത്. അത് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? ഇതൊക്കെ ഞാൻ എന്റെ കത്തിൽ പറഞ്ഞിരിക്കുകയാണല്ലോ. കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് നിമിഷം അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം മറുപടി പറഞ്ഞോട്ടെ. ശ്രീ ശ്രേഷ്ഠ, താങ്കളിലേക്ക് വരാം. അസ്കർ, 8:30 മണി വരെ ഉള്ളൂ, അതുകൊണ്ട് സമയം കുറവുണ്ട്. ഇല്ല അസ്കർ, 9 മണി വരെ ഉണ്ട്, പറഞ്ഞോളൂ. ഒന്ന്, ഈ രാജേഷ് കൃഷ്ണയും ഷർഷദുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. രണ്ട് വ്യക്തികൾ തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരാതികളായി പരിണമിക്കാറുണ്ട്. ആ പരാതിയിൽ CPIന്റെ നേതാക്കന്മാരെ വലിച്ചിഴയ്ക്കുന്ന തരത്തിൽ ആ പരാതിയിൽ പറയുന്നു. അതിൽ 2 സഖാക്കൾ ഒഴിച്ചു, സഖാവ് MA ബേബിയും സഖാവ് M സ്വരാജിനെയും ഗ്രേ ഷെയ്ഡിൽ നിർത്താതെ ബാക്കി അദ്ദേഹം പറയുന്ന മുഴുവൻ ആളുകളെയും ഏതൊക്കെയോ സഖാവ് ശ്രീരാമകൃഷ്ണൻ, അതുപോലെ തന്നെ സഖാവ് PK ബിജു തുടങ്ങി തോമസ് ഐസക് അടക്കമുള്ള ആളുകളെ ഗ്രേ ഷെയ്ഡിൽ നിർത്തിക്കൊണ്ടാണ് ആ പരാതിയിലെ പരാമർശങ്ങളുള്ളത്. രാജേഷ് കൃഷ്ണയും മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയും തമ്മിലുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വിഷയമാണ്. ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് അതൊക്കെ വിടൂ എന്തിനാണ് ഹസ്കർ അതിലേക്ക് പോകുന്നത്? അതൊക്കെ വിടൂ. ഈ മറുനാടൻ മലയാളി പറഞ്ഞതല്ലല്ലോ, ഇവിടെ പരാതിക്കാർ ശ്രേഷ്ഠ തന്നെ പറയുന്നുണ്ടല്ലോ അദ്ദേഹം നേരിട്ട അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അതിന് മറുപടി പറയൂ. എന്തിനാണ് വിഷയത്തിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലൊക്കെ ചർച്ച കൊണ്ടുപോകുന്നത്? നിങ്ങൾ അത് മനസ്സിലാക്കൂ. എന്തുകൊണ്ട് മറ്റു ചാനലുകൾ തയ്യാറാവുന്നില്ല? അതല്ല, മലയാളി മറ്റുള്ള ചാനലുകളെ ബന്ധപ്പെട്ട കേരളത്തിൽ കുപ്രസിദ്ധമായ ഒരു ഗോസിപ്പ് ചാനലാണ് മറുനാടൻ മലയാളി. അദ്ദേഹം തയ്യാറായി. നിങ്ങളെ മുഖ്യധാര ചാനലുകൾ തയ്യാറായില്ല. കാരണം ഞാൻ വാട്സാപ്പിൽ ഇപ്പോഴും ഉണ്ട്. മനോരമയിൽ ഞാൻ നടത്തി, മീഡിയ വണ്ണയിൽ ഞാൻ നടത്തി, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പകരം മമ്മൂട്ടിയുടെ സിനിമകൾ കേരളം അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന മഹാനടനെതിരെയാണ് നിങ്ങൾ ഇപ്പൊ ഈ പ്രചരണം നടത്തുന്നത്. അത് ഞാൻ എന്ത് പ്രചരണം നടത്തിയിരിക്കുന്നത്? നിങ്ങൾ അനാവശ്യം പറയരുത്. ഞാൻ എന്ത് പ്രചരണം നടത്തിയിരിക്കുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ നടന്ന പ്രശ്നം അദ്ദേഹം പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ ഇടത് നേതാക്കന്മാർക്കെതിരെയാണ് സാർ. അതിന് മറുപടി പറയാതെ ചർച്ചയെ പോലും വഴിതിരിച്ചു കൊണ്ടുപോകുന്നത് ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ നടത്തുന്നത്. എന്തായാലും ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.